ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് പഴംപൊരിയാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ രീതിക്ക്. ഇവിടെ അങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ മക്കൾ പറയും, ഇത്തിരി പുലാവ് എന്തെങ്കിലും ഉണ്ടാക്കുമെന്ന് പറയും. അങ്ങനെ പഴം ഉണ്ടെങ്കിൽ ഉണ്ടാക്കും. ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, പിന്നെ ഗോതമ്പ് മാവ് എടുത്തെങ്കിലും അവർക്ക് അത്യാവശ്യം ഉണ്ടാക്കി കൊടുക്കും. എങ്ങനെയെങ്കിലുമൊക്കെ ആവും. അപ്പോൾ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഞാൻ മാവ് വാങ്ങിച്ചായിരുന്നു, മൈദാ മാവ്. അതിൽ കുറച്ചിരുന്നു. അപ്പോൾ ഇന്നലെ പറഞ്ഞു, കുറച്ച് മാവ് ഉണ്ടല്ലോ, അപ്പം പോയി പഴം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ വിചാരിച്ച് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ മാവ് തട്ടിയിടാം. ഇച്ചിരി മതി, രണ്ടെണ്ണം അടുത്തുണ്ടാക്കാം. ഇട്ടതിന് ശേഷം ലേശം ഉപ്പ്, ശകല ഉപ്പ് വേണം. എന്ന് പറഞ്ഞാൽ മധുരം ഇടുമ്പോൾ അതിന് കറക്റ്റ് ആവാൻ വേണ്ടി ലേശം ഉപ്പ് ഇട്ട് പിന്നെ പഞ്ചസാര ഇടാം. പഞ്ചസാര രണ്ട് സ്പൂൺ ഇട്ട് കൂടെ. എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ പഴുത്തില്ല അപ്പം ഇച്ചിരി ഒന്ന് പഴുപ്പ് കുറവുണ്ട്. ഇത്തിരി കൂടെ പഴുക്കാനുണ്ട്. അപ്പം പഞ്ചസാര 2 സ്പൂണ് ശകലം കൂടെ ഇട്ട് ഞാനൊരു ലേശം സോഡാപ്പൊടി ഇച്ചിരിയേ ഇടുള്ളൂ, ഒരു ശകലം. എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒന്ന് പൊള്ളാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് സോഡാപ്പൊടി. പിന്നെ മഞ്ഞൾപ്പൊടി ഇടും. മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ ഈ കളർപ്പൊടി ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇവിടെ അരയ്ക്കാനായിട്ട് വാങ്ങിച്ച് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ഇങ്ങനെയൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കും. അതൊരു ശകലം ചേർത്ത് കൊടുക്കാം, ഒരു കളറിന് വേണ്ടി. ഞാൻ മിക്കുള്ള ദിവസങ്ങളിലും പിന്നെ ഗോതമ്പ് മാവിലാണ് ഉണ്ടാക്കുന്നത്. ഈ മൈദാ മാവ് കാണുമൊന്നുമില്ല. അപ്പം ഗോതമ്പ് മാവിൽ ഉണ്ടാക്കും. അപ്പം ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം എന്തൊക്കെ ഇട്ട്, ഒരു നുള്ളു സോഡാപ്പൊടി, ശകല ഉപ്പ്, 2 സ്പൂൺ പഞ്ചസാര. സ്പൂൺ ഇത്തിരി വലുതാണ്, എങ്കിലേ മധുരം മുതൽ കിട്ടുള്ളൂ. പഞ്ചസാര, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലൊരു ഇതുണ്ട്. ഇതെന്താണ്, ഒന്നെങ്കിൽ തൈര് ചേർക്കും, അല്ലെങ്കിൽ ദോശമാവ് ചേർക്കും. അപ്പോൾ ഇവിടെ തൈരില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, രാവിലെ ഇന്ന് ദോശയ്ക്കാട്ടിയ മാവിൽ നിന്ന് ഒത്തിരി എടുത്ത് വെച്ച്, അപ്പോഴേ ഇച്ചിരി ദോശമാവ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് അരിപ്പൊടി ഉണ്ടെങ്കിൽ ചേർക്കും. ഞാൻ അരിപ്പൊടിയാണ് ചേർത്തതെന്ന അരിമാവില്ല, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. നമുക്ക് എന്ത് ചെയ്യാം, ശരിയാവുമായിരിക്കും, എന്തെങ്കിലുമൊക്കെ ആവും. ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് കൈ കൊണ്ട് കുഴയ്ക്കാം. ഇത് ശരിയാവും. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ദോശമാവ് ഒഴിച്ചല്ലേ, അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ശരിയായാൽ മതിയായിരുന്നു.
ഒന്നാമത് ഒടിഞ്ഞ കൈയാണ് ഗേസ്. സർജറി കഴിഞ്ഞ് 2 വർഷം ഒരു ഇതായിരിക്കും. ജനൽ തുടയ്ക്കാൻ കയറി, കട്ടിലിൻ്റെ മുകളിൽ കയറി ജനൽ തുടച്ചതാണ്. റെൻറ്റിനാണെങ്കിലും വൃത്തിയായി കിടക്കണം എനിക്ക്. അങ്ങനെ ഞാൻ വല്ല ആവശ്യം ഉണ്ടായിരുന്ന കട്ടിലിൻ്റെ മുകളിൽ കയറിയിട്ട് ജനൽ തുണി നനച്ച് തുടച്ചതിന് ശേഷം ഞാൻ ഇറങ്ങിയത് ഒരു കാല് വെച്ചിട്ട് രണ്ടാമത്തെ കാല് വെച്ചപ്പോൾ തറയിൽ കൈ അടിയിലായി ഒടിഞ്ഞ് തൂങ്ങിപ്പോയി. എന്തേലും ചെയ്യണം, ജോലി ചെയ്ത് ജീവിക്കാൻ വയ്യ. അല്ലെങ്കിൽ വല്ല കിളയിലെങ്കിലും കിളക്കെങ്കിലും ചെയ്യുമായിരുന്നു. കിളയ്ക്കാൻ പോലും പറ്റണില്ല. കിളച്ച് വല്ലൊക്കെ കൃഷികളൊക്കെ ചെയ്യുമായിരുന്നു. സ്വന്തം വീടായിരുന്നപ്പോൾ ചെയ്യുമായിരുന്നു കേട്ടോ. ഇപ്പം സ്വന്തം വീടൊന്നുമല്ല, സ്വന്തം വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങേണ്ടി വന്നു. സ്വന്തം വീടല്ല, ആളിൻ്റെ വീട്. അവിടെ നിന്നൊക്കെ ഇറങ്ങേണ്ടി വന്നു ഗായ്സ്. ഞാനും എൻ്റെ മക്കളും ഇറങ്ങി. ഇപ്പോൾ വാടകയ്ക്കാണ്. എല്ലാം ശരിയാവും. അങ്ങനെ ഇറങ്ങി ഇവിടെ വന്ന് ജനൽ തുടച്ച് കൈ ഒടിഞ്ഞ്. ഭാഗ്യത്തിന് മോനിവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സർജറി കഴിഞ്ഞ് 2 കമ്പി ഇട്ടിരിക്കുകയാണ്. 4 മാസമായെങ്കിലും തോളുകൊണ്ട് വേദനയ്ക്ക് ഒരു കുറവുമില്ല. പിന്നെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാൻ പറഞ്ഞ് ഇങ്ങനെയുള്ളത് അരിഞ്ഞു വറക്കുകയും മീൻ കണ്ടിക്കുകയും ഇച്ചിരി വെയിറ്റൊക്കെ എടുക്കാൻ പറഞ്ഞു. അല്ലാതെ ഭയങ്കര വെയിറ്റൊന്നും എടുക്കാം. ഇനിയിപ്പോൾ കിളയ്ക്കാനൊന്നിനും പറ്റൂല, നല്ല വെയിറ്റ് എടുക്കാനും പറ്റൂല. അപ്പോൾ വിചാരിച്ച് മക്കൾ പറഞ്ഞു, ഉമ്മ ഒരു കാര്യം ചെയ്യും, ഉമ്മ വെറുതെ ഇങ്ങനെ ഇവിടെ ഇരുന്ന് ടെൻഷൻ അടിക്കണ്ട, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറഞ്ഞു. അങ്ങനെ എന്തോ ആദ്യം ഒന്ന് അറച്ച് ഞാൻ ഒരു വീടാണ് സങ്കല്പം. പഠിച്ചോ എല്ലാം സാധിച്ചു തരട്ട്, എല്ലാം ശരിയാവും എന്ന് പ്രതീക്ഷിക്കാം. ഇപ്പം ഗായ്സ്, ഇത് എനിക്ക് തോന്നണത് മാവ് കുറവാണെന്ന് തോന്നണം കേട്ടോ. അപ്പം നമുക്ക് എന്തോ ചെയ്യാം, ഗോതമ്പ് മാവുണ്ട്, അത് ലേശം ഒന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് അപ്പം കറക്റ്റായിരിക്കും. അത് ചേർത്തിട്ട് അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. ഉച്ച കഴിഞ്ഞപ്പോൾ ഒന്ന് കിടന്നങ്ങ് ഉറങ്ങി. കൈ കഴുപ്പ് വേദനയൊക്കെ ഉണ്ടാകും. ഞാൻ ഇച്ചിരി കയറിയും കിടന്ന് ഉറങ്ങിയപ്പോൾ മക്കൾ രണ്ടും കൂടെ പറഞ്ഞു, ഉറങ്ങി എണീച്ച് പുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ പറഞ്ഞു, ഇതുപോലെ വാഴയ്ക്കപ്പം പൊരിയുമാന്ന് പറഞ്ഞു. വാഴയ്ക്കപ്പം എന്നാണ് ഞാനൊക്കെ പറയുന്നത് കേട്ടാ. നമ്മളെ വാഴയ്ക്കപ്പം എന്നും പറയും, പഴംപൊരി എന്നും പറയും. അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എങ്കിന്ന കട്ടൻ ചായ ഇട്ട് കുടിക്കാമല്ലോ. എല്ലാ വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാ ദുഃഖങ്ങളും ഉള്ളിൽ ഒതുക്കിച്ചിരിക്കുന്നു. ഇതൊക്കെ ഒരു രസം. സത്യം പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം മനസ്സിനൊരു സന്തോഷമുണ്ട്. എല്ലാം അങ്ങ് ഒരു ബേക്കിലോട്ടങ്ങ് ഇല്ലെങ്കിൽ ഇന്ന് ചിന്തിച്ച് ഒന്നും പറയാൻ വയ്യ. ജീവിതത്തിൻ്റെ ഒരു ഭാഗം എല്ലാം. ഞാനും 2 മക്കളുമാണ്. നമ്മൾ വാടകയ്ക്കാണ്. വെള്ളം കൂടിപ്പോവോ എന്തോ. എന്ന കാര്യമായിട്ട് അങ്ങ് ഒഴിക്കാൻ വെള്ളം ശരിയായാൽ മതിയായിരുന്നില്ലെങ്കിൽ രണ്ടും കൂടെ എന്നെ എന്തേരുമാന്ന് ചോദിക്കും. പാചകം ചെയ്യണതിൻ്റെ ഇടയിൽ വാചകം അടിക്കുകയാണ്. മക്കൾ 2 പേരും സൂപ്പറായിട്ട് പഠിക്കുമായിരുന്നു. പിന്നെ മോൻ പഠിച്ച് അടിപൊളിയായിട്ട് അവന് ജോലിയായി. അവനൊരു ചെറിയ ജോലിയുണ്ട്, ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ്. അവൻ എൻജിനീയറാണ്. മോള് LLB ആണ്. മോൾ LLB 4th ഇയർ, +2 കഴിഞ്ഞിട്ട് കയറി. 5th ഇയർ, 5 വർഷം ഉണ്ടല്ലോ, 4th ഇയറാണ്. പിന്നെ
അടുത്ത വർഷം ലാസ്റ്റ് ആകുമ്പോൾ LLB പഠിച്ചിറങ്ങും. പിന്നെ പ്രാക്ടീസ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം നടക്കും. ഇങ്ങനെ ഞങ്ങൾ 3 പേരടങ്ങുന്ന ഒരു കുടുംബം. പിന്നെ എൻ്റെ ലിയോയും ഉണ്ട്, ലെനോയും ഉണ്ട്. ലിയോയെ ഞാൻ ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഭയങ്കര കുരുത്തം കെട്ടവനാണ്. പാചകം ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് പാചകം അടിക്കുന്നത് കേട്ടോ. ലിയോയാണ് ഞങ്ങൾക്ക് കൂട്ട്. ഒരു മനുഷ്യർ ഇതിനകത്തോട്ട് കയറാൻ സമ്മതിക്കില്ല. അങ്ങനത്തെ ലിയോ ആണ്. അപ്പം ഗൈസ്, ഇനി നമുക്ക് ഇത് കണ്ട പഴം പൊളിച്ച് വെച്ചിരിക്കുന്നു, കാ പൊളിച്ച് വെച്ചിരിക്കുന്നു. ഇനി ഇരുന്ന് ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ, പിന്നെ പൊരിക്കണത് കാണിച്ചു തരാം. അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ചു. ഇനി നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെയൊക്കെ പൊരിക്കണേന് തോനെ എണ്ണ ചിലവാണ്. എണ്ണ വേണം. ഇങ്ങനെ എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് തിളക്കിയിട്ട് ചെറിയൊരു തീ കൂട്ടിയിട്ട് കൊടുക്കാം. എന്നിട്ട് പഴം അതിനകത്തിട്ടതിന് ശേഷം തീ കുറച്ച് കൊടുക്കാം. പഴം കട്ട് ചെയ്ത് ഒരു പഴത്തിന് 3 ആയിട്ട് കട്ട് ചെയ്ത്, പിന്നെ ഒരു വലിയ പഴം ഉണ്ടായിരുന്നു, അതിന് 4 ആയിട്ട്. അങ്ങനെ എന്നിട്ട് എണ്ണ തിളച്ചിട്ട് അതിൽ ഒഴിക്കാം. തിളച്ചതിന് ശേഷം എണ്ണ തിളച്ച് വരണം. അപ്പം നമുക്ക് മാവ് ഇങ്ങനെ മുക്കി കൊടുക്കാം. ശരിയായാ മതിയായിരുന്നു. വേണ്ട ഗൈസ്, ഇട്ട് കൊടുക്കാം. അതിൽ ചെറിയ ചട്ടിയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 3 എണ്ണം, എന്നാലും 3 എണ്ണമൊക്കെ ഇടാം അതിനകത്ത്. അങ്ങനെ പഴംപൊരി എണ്ണയിലോട്ടിട്ട് നോക്കാം. എന്തായാലും അരച്ചിട്ട് കൊടുക്കാറായില്ല.
എണ്ണ തിരക്കുന്നുണ്ട്. നമ്മൾ ഈ സ്റ്റീൽ ചട്ടിയിൽ വെക്കുമ്പം അത് എണ്ണ ഭയങ്കര എണ്ണ കുടിക്കും ചട്ടി. ഇതാകുമ്പോൾ എണ്ണ ഒരുപാട് വേണം. അത് ഇതാകുമ്പം നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണ്. അപ്പം ഇനി അത് പൊരിച്ചെടുത്തതിന് ശേഷം കാണിച്ചു തരാം. അങ്ങനെ കട്ടൻ ചായയും പഴംപൊരിയും റെഡി. അപ്പോൾ ഓക്കെ, ബൈ.